ഹേ ഗായ്സ് അങ്ങനെ പൊന്നാനി പള്ളി കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അടുത്ത കാക്കാടും ചോദിച്ചെടുത്ത സ്ഥലത്ത് പോവാണ്. വേറെ എടുക്കല്ലേ നമ്മുടെ സ്വന്തം പൊന്നാനി ബീച്ചിക്കാണ്. അങ്ങനെ കാക്കാനോട് വെച്ച് പോകുന്നുണ്ടോ നമ്മൾ പിന്നെ പെട്ടെന്ന് ലൊക്കേഷനിലെത്തി. പക്ഷേ രാവിലെ തന്നെ ഈ ബീച്ചിൽ വരാനുള്ള പ്രാന്ത് നമ്മളമാരി വേറെ ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആ ബീച്ച് മൊത്തം അനാഥമായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പാടായിട്ട് വന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഓരോ കസറ്റുകളും കണ്ട് കുത്തിരിക്കാൻ തുടങ്ങി. ഇവിടെ ഓരോരുത്തരും ഓരോ മോഡലാണ് മീൻ പിടിക്കുന്നത്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഇക്ക് പുതുമേറിയതായിരുന്നു. അതുകൊണ്ട് പിന്നെ അതും കണ്ട് അവിടെ കുറച്ച് നേരം കുത്തിയിരുന്നു. നമ്മളെ പിന്നെ ബുദ്ധി കൂടുതലായതുകൊണ്ട് ഒരു തെരഞ്ഞെ പിടിക്കാനൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴാണ് നമ്മൾ അവിടെ ഉള്ള ഒരു ചെക്കനെ പരിചയപ്പെട്ടത്. ഓനാണ് ആൾ ചില്ലറക്കാരനല്ല, ഓന്റെ മുതൂത്തച്ഛൻ മുതൽ ഓൻ വരെ എല്ലാവർക്കും പോയിട്ടുണ്ട് ഇത്രേ. ഈ പ്രായത്തിൽ തന്നെ ഉൾക്കടലിലേക്കും പോയിട്ടുണ്ട് ഇത്രേ. പക്ഷേ ഇതൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ മുമ്പിൽ വരാൻ പേടിയാണ്. അങ്ങനെ ഓൻ്റെ കൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്തായിട്ട് അവിടെ വന്ന ചെറിയൊരു കുട്ടിനെ പരിചയപ്പെട്ട്. അസ്ലീമാനെ അവിടെ വന്ന ഒരാളെയും വെറുതെ വിടുന്നില്ല, എല്ലാവരും നിർത്തി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്ലീമിന്റെ കാട്ടിക്കൂട്ടിലുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് വരെ കൗതുകം തോന്നി വീഡിയോ എടുത്ത് ഇറങ്ങി തുടങ്ങി. ഇതിന്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒന്ന് അടുത്ത് നമുക്ക് നേരെ വണ്ടി എടുത്ത് മണലിക്കണ്ടിറക്കി. നമ്മളെപ്പോഴവർക്കൊക്കെ എന്തോ തകരാറുണ്ട് എന്നുള്ളത് ആദ്യമേ തോന്നുന്നു. പോകുമ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. സംഭവം അവന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടി അവൻ ചെയ്താണ്. പക്ഷേ സമയവും സന്ദർഭവും സാഹചര്യങ്ങളൊന്നും അതിനെ സഹായിക്കുന്നില്ല. ഓനാണ് കഴിവുകൾ കാണിക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല, ഞാൻ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ തുടർച്ചയായ കുറച്ച് നേരത്തെ അവന്റെ പരിശ്രമത്തിന് ശേഷം അവന്റെ കാര്യം സക്സസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൻ കഴിവരെ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അത് നമ്മുടെ കർമ്മ റോഡാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പോണ വഴി നല്ല വ്യൂസ് ഒക്കെ ഉണ്ടേനി. നമ്മളീ നട്ടപ്പൊരിയായിട്ട് വെറുതെ വെയിലും കൊണ്ട് നടക്കണമെന്നുള്ള തോന്നൽ നമുക്ക് ഒന്നു തുടങ്ങിയോണ്ട് ചെറുതായിട്ട് നമുക്ക് ദാഹിക്കും ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു കരിമ്പടലാണ് കയറി. അവിടുത്തെ ആക്കാണ്ട് അറഞ്ചം പറഞ്ഞ എല്ലാവർക്കും ഓരോ കരിമ്പൂസ് കൊണ്ട് പറഞ്ഞു. ആ വെയിലത്തൊരു ദാശമയിൽ ഞങ്ങൾ മൊത്തത്തിലൊന്ന് ഓണായി. പിന്നെ അതിന് പുറമെ നമ്മൾ ഓരോ മാങ്ങി പൈനാപ്പിളൊക്കെ എടുത്ത് ഉഷാറാക്കി ഇന്നലെ കഴിഞ്ഞുകൊണ്ട് നേരെ നമ്മൾ പെരേക്കൊണ്ട് വിട്ടു.